ചിരട്ടയിൽ വിസ്മയം തീർത്ത ഏറ്റുമാനൂർ നീണ്ടൂർ കൈപ്പുഴ സ്വദേശി സന്തോഷ് ചിരട്ടയിൽ ഒരുക്കിയ ശില്പങ്ങളും വയലിനും ഉടുക്കും നിലവിളക്കുമെല്ലാം ആരെയും അതിശയിപ്പിക്കും. ഗണപതി, അയ്യപ്പൻ, ശ്രീകൃഷ്ണൻ തുടങ്ങി നിരവധി ദൈവശില്പങ്ങൾ തന്നെ സന്തോഷ് ഒരുക്കിയിട്ടുണ്ട്. കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാറുണ്ടെങ്കിലും ശില്പനിർമ്മാണത്തിൽ അധികം ആളുകൾ ചിരട്ട കൊണ്ട് പരീക്ഷണം നടത്തിയിട്ടുണ്ടാവില്ല. എന്നാൽ സന്തോഷിന്റെ കയ്യിലെത്തിയാൽ ചിരട്ടകൾ മനോഹര ശില്പങ്ങളായി മാറും. അയ്യപ്പനും ശ്രീകൃഷ്ണനും ഗണപതിയും ശ്രീനാരായണ ഗുരുവും പക്ഷിമൃഗാദികളും അടക്കം സന്തോഷ് ചിരട്ടയിൽ തീർത്ത ശില്പങ്ങൾ നിരവധിയാണ്. ചിരട്ടയിൽ മുഖം രൂപപ്പെടുത്തി എടുക്കലാണ് ഏറ്റവും പ്രയാസം. കഥകളിയുടെ രൂപവും കുരിശുപള്ളിയും നിലവിളക്കും അടക്കം ചിരട്ട കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് കരുതുന്ന പലതും സന്തോഷ് തന്റെ കരവിരുതിൽ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട്. എൻ്റെ പേര് സന്തോഷ്. ഞാൻ കൈപ്പുഴ മേക്ക അമ്പലത്തിൻ്റെ അവിടെയാണ് താമസിക്കുന്നത്. ഞാൻ ഒരു 2.5 വർഷത്തോളമായി ഈ ചിരട്ടയിൽ കുറേ വർക്കുകൾ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ഒരു ഗുരുദേവനായിരുന്നു. അതിൽ നിന്നാണ് അങ്ങനെ ഉണ്ടാക്കിയാണ് കൃഷ്ണനെ ഉണ്ടാക്കി, ഗണപതിയായി, ശ്രീകൃഷ്ണനായി, അയ്യപ്പനുണ്ടായി, പിന്നെ ബുദ്ധന. ഇതെനിക്കൊരു ഓർഡർ വർക്കായിരുന്നു ബുദ്ധനെ ചെയ്ത്. പിന്നെ മെയിനായിട്ടും ഞാൻ ഇപ്പോൾ ഒരു 3-4 വയലിൻ ഉണ്ടാക്കിയിട്ടുണ്ട്, 4 ഉണ്ടാക്കി. അത് ചമ്പക്കര രാജേഷ് സാർ വായിച്ചു, ഗംഗ കൊച്ച് വായിച്ചു. എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു. അതുപോലെ തന്നെയാണ് എനിക്ക് ഇടയ്ക്ക ഒരെണ്ണം ഉണ്ടാക്കിയായിരുന്നു. കലാപീഠത്തിലെ 3-4 പേര് വായിച്ചു. തൃപ്പൂണിത്തുറ RLBന്ന് എനിക്ക് അതിൻ്റെ പേപ്പർ കിട്ടി. ഈ ഇടയ്ക്ക വായിച്ചു. വയലിൻ ഒരു 6 പേര് അവർ വായിച്ച് നോക്കിയിട്ടാണ് എനിക്ക് സാധാരണ വയലിൻ പോലെ ഉപയോഗിക്കാം എന്നുള്ള ഒരു പേപ്പറൊക്കെ എനിക്ക് തന്നായിരുന്നു. പൂർണ്ണമായും ചിരട്ടയിൽ തീർത്ത വയലിനും ഉടുക്കും വെറും കാഴ്ചവസ്തുവല്ല, ഒന്നാന്തരം സംഗീത ഉപകരണം തന്നെയാണ്. സന്തോഷ് കോവിഡ് കാലത്ത് നേരം പോക്കിന് തുടങ്ങിയതാണ് ചിരട്ട കൊണ്ടുള്ള ശില്പ നിർമ്മാണം. എന്നാൽ വൈവിധ്യങ്ങളായ ശില്പങ്ങളുടെ നിർമ്മാണത്തിലൂടെ ധാരാളം പേരുടെ പ്രശംസ ഇദ്ദേഹം പിടിച്ചുപറ്റി. ശില്പനിർമ്മാണത്തിൽ ആവർത്തനം ഒഴിവാക്കി വൈവിധ്യവൽക്കരണത്തിന്റെ പാതയിലാണ് ഇദ്ദേഹത്തിന്റെ സഞ്ചാരം. i4U ന്യൂസ്, ഏറ്റുമാനൂർ.